പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദയയും കൃപയും കരുതലും നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും വർദ്ധിക്കുമ്പോൾ നമ്മുടെ അകത്ത് വചനം തരുന്ന ആശ്വാസം വളരെ വലുതാണ്. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തു. വലിയ ജാതിയാക്കും, അനുഗ്രഹമാക്കും. വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ച അബ്രഹാമിന്റെ ജീവിത യാത്രയിൽ വാഗ്ദത്തത്തോട് അടുക്കുന്ന സാഹചര്യങ്ങളിലേക്കല്ല അബ്രഹാം പിന്നെ തുടർന്നായി തീരുന്നത്, വാഗ്ദത്തത്തിൽ നിന്ന് അകലുന്നത് പോലെയാണ്. ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാഗ്ദത്വവും അബ്രഹാമുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന പോലെ വാഗ്ദത്തങ്ങളുടെ കാര്യങ്ങളെല്ലാം വല്ലാത്ത ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോവുക. ശരീരത്തിൽ വരുന്ന നിർജീവത്വവും അബ്രഹാമിന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഒക്കെ അബ്രഹാമിനെ കുഴച്ചു കളഞ്ഞ ഒരു സാഹചര്യത്തിൽ അബ്രഹാം വന്നു നിൽക്കുക. ആ സാഹചര്യത്തില് അബ്രഹാമിന്റെ ജീവിത അനുഭവത്തെ കുറിച്ച് നമ്മൾ റോമാലേഖനം 4:21 കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അബ്രഹാമിന്റെ ഉറപ്പതായിരുന്നു, എന്നോട് വാഗ്ദത്തം ചെയ്ത കർത്താവ് അതിനെ നിവർത്തിപ്പാൻ ശക്തനാണെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ ജീവിതത്തിനകത്തുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യം നമുക്കറിയാം. 13-ാം അധ്യായം അല്ലെങ്കിൽ 12-ാം അധ്യായത്തിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട് പിന്നെ ഒരിക്കലും പ്രത്യക്ഷപ്പെടാതിരുന്ന ഒരു ദൈവമായിട്ടല്ല ദൈവം അബ്രഹാമും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം ഇനിഷ്യേറ്റീവ് എടുത്ത് അബ്രഹാമിന്റെ അടുക്കൽ വരികയും കൂടെ കൂടെ അബ്രഹാമിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇസഹാക്കിനോട് ഒരിക്കൽ മാത്രം സംസാരിച്ചതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ അങ്ങനല്ല. കർത്താവ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അവന്റെ വിശ്വാസത്തെയും അവനോട് വാഗ്ദത്തം ചെയ്ത വചനത്തെ കുറിച്ചുള്ള ഉറപ്പ് അബ്രഹാമിനോട് കൂടെ കൂടെ നൽകുന്നവനായിട്ടാണ് ദൈവം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിലേക്ക്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം വിപരീതമായ ദിശയിൽ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴും ഇല്ല, എന്റെ സാഹചര്യങ്ങളെ അല്ല ഞാൻ നോക്കുന്നത്, എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, നിവർത്തിക്കുമെന്ന ഉറപ്പ് അബ്രഹാമിന്റെ ഉള്ളിൽ അബ്രഹാമിനെ തന്നെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി നാം കാണുന്നത് അബ്രഹാമും ദൈവം തമ്മിലുണ്ടായിരുന്ന ഫെലോഷിപ്പാണ്. അബ്രഹാമിനോട് ദൈവം കൂടെ കൂടെ സംസാരിക്കുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ വിശ്വാസത്തിൽ അബ്രഹാമിനെ ഉറപ്പിച്ച് നിർത്തുവാൻ അതൊരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് വളരെ അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് കർത്താവിനോടുള്ള നല്ല ബന്ധം. കർത്താവിനോടുള്ള ബന്ധം പുലർത്തുവാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം നിർമ്മല മനസാക്ഷിയാണ്. നിർമ്മല മനസാക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം, ഞാന് നല്ലത് ചിന്തിച്ച കർത്താവ് എന്റെ കൂടെ വരും, മോശമായി ചിന്തിച്ച കർത്താവിനെ ഇട്ടേച്ചു പോകും. അങ്ങനെയായിരിക്കും നമ്മൾ നിർമ്മല മനസാക്ഷിയെ കുറിച്ച് ചിന്തിക്കുന്നത്. നിർമ്മല മനസാക്ഷി എന്ന് പറയുമ്പോൾ വിശ്വാസമുള്ളൊരു ഹൃദയം എന്നുള്ളത്. എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ വിശ്വസിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: കർത്താവ് എന്നെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കും. കർത്താവിന് എന്നോടുള്ള സ്നേഹം നിബന്ധനകളില്ലാത്തതാണ്. ആ നിബന്ധനകളില്ലാത്ത സ്നേഹത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇന്നത്തെ കുറവുകളും ബലഹീനതകളും കണ്ട് എന്നെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല. എന്റെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും ഉണ്ടെങ്കിലും ഇപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്ന ആഴമായ ബോധ്യമാണ് ഒരു വ്യക്തിയെ കർത്താവിനോടുള്ള ആ നല്ല ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മളെ അനുവദിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്റെ കുറവുകളും എന്റെ ബലഹീനതകളും വെച്ച് എന്നോട് ഇടപെടുന്ന ദൈവമായതുകൊണ്ട് ഞാൻ ഭയന്ന ദൈവസന്നിധിയിലേക്ക് അടുത്തു പോകും. അല്ല, നമ്മുടെ അകത്ത് നമ്മൾ ഭയത്തെ സൂക്ഷിക്കുകയല്ല വേണ്ടത്. നമ്മുടെ അകത്ത് നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാടാണ് നമ്മുടെ അകത്ത് നാം വളർത്തിയെടുക്കേണ്ടത്. അത് പലരും നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് പലരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മുടെ അകത്ത് ഒരു ഉറപ്പുണ്ടാകണം, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കുറവ് വന്നു, എനിക്കൊരു ബലഹീനത വന്നപ്പോൾ അപ്പോൾ തന്നെ കർത്താവ് എന്റെ അപ്സെറ്റ് ആയിപ്പോയി, കർത്താവ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ശരിതെറ്റുകളെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ നാളെയും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. കർത്താവിന് നമ്മുടെ ബലഹീനതകളോ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ ചില തെറ്റുകളൊന്നും കർത്താവിന് സർപ്രൈസ് അല്ല. കർത്താവിന് അറിയാം, നമ്മളെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് എല്ലാ ക്ഷമയും സ്നേഹവും കരുതലും എല്ലാം ആ തെരഞ്ഞെടുപ്പിനകത്തുണ്ട്.
അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ ഏറ്റവും വലിയ ബോധ്യം ഇതായിരുന്നു. അബ്രഹാം പലവട്ടം കർത്താവിനെ സംശയിച്ച ആളാണ്, പരിഹസിച്ച ആളാണ്, ചോദ്യം ചെയ്ത ആളാണെന്ന് തന്നെ പറയാം അല്ലെ. അബ്രഹാം ദൈവത്തെ ചോദ്യം ചെയ്ത വ്യക്തി. പക്ഷെ ദൈവം അബ്രഹാമിനോട് വീണ്ടും വീണ്ടും കാണിച്ച ആ ഒരു ബന്ധം, ആ ഫെലോഷിപ്പ് അബ്രഹാമിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുത്തിയ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ ദൈവത്തിലുള്ള ഉറപ്പ് അബ്രഹാമിന് വീണ്ടും 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 പണിയപ്പെടാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു കാര്യം. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എങ്ങനെ ആയിക്കോട്ടെ, കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ തെറ്റുകൾ സംഭവിക്കത്തില്ല എന്നുള്ളത്. പക്ഷെ തെറ്റുകൾ സംഭവിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകത്തില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു അപ്പനും മകനും തെറ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും അപ്പനും മകനും അല്ലാതാകുന്നില്ല. ഒരു മകൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഉടൻ തന്നെ ആ മകൻ ആ അപ്പൻ്റെതല്ലാതായി മാറുന്നില്ല. അപ്പന്റെ മകൻ തന്നെയാണ്. തെറ്റ് ചെയ്തപ്പോഴും ആ മകൻ അപ്പന്റെ മകൻ തന്നെയാണ്, പൊസിഷൻ മാറുന്നില്ല. പക്ഷേ ആ ഫെലോഷിപ്പ് വളരാത്തിടത്തോളം, ആ കൂട്ടായ്മ വളരാത്തിടത്തോളം ആ മകന്റെ പദവിയിൽ മകന്റെ പ്രൊവിഷൻസ്, മകൻ അനുഭവിക്കേണ്ട നന്മകളും സ്വസ്ഥതയും ആ ഫ്രീഡം എല്ലാം അവൻ നഷ്ടപ്പെടും. അവൻ അതിനകത്ത് വേണ്ട പോലെ ആസ്വദിക്കാൻ കഴിയത്തില്ല അവന്റെ ജീവിതം. അവന് ജീവിതം ആസ്വദിക്കണമെങ്കിൽ അവന് വേണ്ട അടിസ്ഥാനമായ കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ കർത്താവിനോടുള്ള, അല്ലെങ്കിൽ ആ പിതാവിനോടുള്ള നല്ല ബന്ധം. സ്ഥാനത്തിന് മാറ്റമില്ല, പക്ഷെ ഫെലോഷിപ്പ് ഈസ് സോ ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം കർത്താവിന്റെ സ്നേഹിതൻ എന്നാണ് പറയുന്നത്. സ്നേഹിതനെന്ന പദവിക്ക് മാറ്റമൊന്നുമില്ല. അബ്രഹാം ചോദ്യം ചെയ്തപ്പോഴും ഒന്നും മാറ്റമില്ല. പക്ഷേ അവര് തമ്മിലുള്ള ഫെലോഷിപ്പ് ഉണ്ടല്ലോ, ആ ഫെലോഷിപ്പാണ് അബ്രഹാമിന്റെ ദൈവത്തോട് എന്ത് അടുപ്പമായിരുന്നു. സോദോം ഗൊമോറ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കർത്താവിനെ നിർത്തി സംസാരിക്കുക. കർത്താവ് ഇത്രയും പേരുണ്ടെങ്കിൽ വീണ്ടും 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 സംസാരിക്കാനായിട്ട് അബ്രഹാമിന് ഒരു ധൈര്യം. എന്താ, ദൈവത്തെ കുറിച്ചുള്ള അബ്രഹാമിന്റെ ബോധ്യം അത്രത്തോളം സിമ്പിൾ ആയിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഇന്ന് പലരും തളർന്നു പോകാൻ, മടുത്തു പോകാൻ, വീണു പോകാനുള്ള റീസൺ എന്താ? ആ സിംപ്ലിസിറ്റി പോയി. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ സിംപ്ലിസിറ്റി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. അത് പോയി കഴിയുമ്പോൾ എല്ലായിടത്തും നമുക്ക് പ്രയാസമാണ്. ആ സിംപ്ലിസിറ്റി നമുക്ക് ഒരിക്കലും നശിക്കാൻ അനുവദിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിലും അബ്രഹാമിന്റെ ഉറപ്പായിരുന്നു വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തി. അപ്പൊ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതാണ്, നീ പാർക്കുന്ന, നീ ഇവിടെ ആയിരിക്കുന്ന ഈ ദേശം നിനക്കും നിന്റെ സന്തതികൾക്കും ശാശ്വത അവകാശമാണ്. അവന്റെ മക്കളെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലും കടൽക്കല്ലിലും മണത്തിരി പോലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത വിധം അവർ മിസ്രൈമിൽ അടിമകളായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ നോക്കിയാൽ അവര് കഠിന ജോലി ചെയ്യും, അടിമകളാണ്, വിറക് പിറക്കേണ്ടി വരും. ആ ചൂളയിൽ ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കുന്നില്ല, അധ്വാനം വർദ്ധിപ്പിച്ചു. മാത്രമല്ല അവർ പെരുകാതെ വണ്ണം, അവർ വർദ്ധിക്കാതെ വണ്ണം അവിടുത്തെ അധികാരവർഗം തന്നെ അതിന് വിരോധമായി നിൽക്കുക. ഒരു സാഹചര്യത്തിലും അവർ വളരാൻ അനുവദിക്കത്തില്ല എന്ന് അവർ വാശി പിടിച്ചു നിൽക്കുമ്പോൾ പുറപ്പാട് 1:7 പറയുന്നു, അവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 12 പറയുന്നവരെ പീഡിപ്പിക്കുന്നോറും, പുറപ്പാട് 1:12 പറയുന്നവരെ പീഡിപ്പിക്കുന്നോറും അവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇത് കർത്താവോട് ചെയ്തൊരു വാഗ്ദത്തം. ആ ദൈവിക വാഗ്ദത്തത്തിൽ നമുക്ക് ഉറപ്പ് വേണം, ബോധ്യം വേണം. ആ ബോധ്യത്തോടെ നിന്ന ആ ജനം അവരുടെ ജീവിതത്തിനകത്ത് ആദ്യമേ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഉണ്ടായിരുന്ന ബോധ്യം 12 ഗോത്രപിതാക്കന്മാരിൽ അത്രത്തോളം ആഴമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവർ ജനതയായി വളർന്നു. പക്ഷെ അവർ അടിമത്വത്തിൽ കിടന്നപ്പോൾ അന്യദേശത്തായിരുന്നത് കൊണ്ട് തന്നെ ആ ദേശത്തിൻ്റെതായ സംസ്കാരവും പൈതൃകവും, ആ ദേശത്തിന്റെ ആരാധന രീതിയും, ആ ദേശത്തിന്റെ ദൈവിക സമ്പ്രദായങ്ങളിലേക്ക് അവർ മാറാൻ തുടങ്ങി. എന്നാൽ അവരുടെ നിലവിളിയെ ദൈവം കേട്ടു. അവർ ദൈവത്തോടല്ല നിലവിളിച്ചത്, ഊഴിയവേലക്കാർ നിമിത്തമുള്ള ഉപദ്രവത്താൽ അവർ വേദനയോടെ പുളഞ്ഞ് അവർ നിലവിളിച്ചപ്പോ ദൈവം കേട്ടു. മോശയെ ദൈവം അയച്ചിട്ട് അവരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കാനായിട്ട് വന്നിരിക്കുക. അവരെ വിടുവിച്ചവനായ ദൈവം അവരെ വിടുവിച്ചു. 10 ബാധകളെ അയച്ചു. ആ 10 ബാധയിലും ദൈവത്തിന്റെ ശക്തമേറിയ കരം അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫറവോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ യഹോവ ആരാ? ഞാൻ അനുസരിക്കാനായിട്ട് യഹോവ ആരാണ്? ഫറവോൻ ചോദിച്ച ചോദ്യം. പക്ഷെ നമുക്കറിയാം
ആ ഒരൊറ്റ ചോദ്യത്തിന് 10 മറുപടിയാണ് കർത്താവ് കൊടുത്തത്. 10 ബാധകളിലൂടെ കർത്താവ് അതിന് മറുപടി കൊടുക്കാൻ പറയും. പിന്നത്തതിൽ അതേ ഫറവോൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിച്ചു കൊള്ളുവീനെന്ന്. ആ നിലവാരത്തിലേക്ക് നമുക്ക് അവിടുത്തെ സാഹചര്യത്തെ കർത്താവ് മാറ്റും. അവരെ ഫറവോൻ ദൈവം ആരെന്ന്, യഹോവ ആര് എന്ന് ചോദിച്ച ചോദ്യം, പുറപ്പാട് പുസ്തകം 5:2, യഹോവയുടെ വാക്ക് കേൾക്കുന്നതിന് അവൻ ആർ ചോദിച്ച ചോദ്യമാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 9-16 എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിൽ പ്രസ്താവിക്കേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. നീ ചോദിച്ചത് എന്റെ നാമത്തെ കുറിച്ചല്ലേ? ഫറവോനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്റെ നാമത്തെ കുറിച്ചല്ലേ ചോദിച്ചത്? ഞാൻ പറയാം, എന്റെ നാമത്തെ പ്രസ്താവിക്കേണ്ടതിന് നിന്നെ നിർത്തിയിരിക്കുക. അതേ ഫറവോൻ പിന്നത്തതിൽ പറയാനായിട്ടിടയായി, നിങ്ങൾ പോയി യഹോവയെ ആരാധിച്ചു കൊടുക്കുക, എന്നെയും അനുഗ്രഹിച്ചിട്ട് പോകാനായിട്ട് പറയുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, യഹോവ ദൈവജനത്തിനു വേണ്ടി സംസാരിക്കുന്നതായ ദൈവപ്രവൃത്തിയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ കർത്താവ് നിവർത്തിക്കും. നമ്മൾ പലപ്പോഴും വാഗ്ദത്തത്തെ നമ്മൾ ചുമക്കും. ഒരു കാര്യം നമ്മൾ ചുമക്കുമ്പോൾ നമുക്കത് ഭാരമാണ്, അല്ലെ? വാഗ്ദത്തത്തെ നാം ചുമക്കും, അപ്പൊ നമുക്കത് ഭാരമാണ്. കാരണം എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉടനെ അത് നിവർത്തിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിനുവേണ്ടി തത്രപ്പെടുന്നു. പലപ്പോഴും നമുക്ക് വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി നമ്മൾ ഇടുന്ന എഫേർട്ട് നമ്മളെ വാഗ്ദത്തം ഒരു ഭാരമാക്കി മാറ്റും. പക്ഷെ വാഗ്ദത്തം നമ്മളെ നയിക്കാണെന്ന് അനുവദിച്ചേ. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവല്ലേ, കർത്താവ് നോക്കിക്കോളും. ഇന്ന വിഷയമുണ്ട്, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ ശരീരത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ പല സിംറ്റം ഉണ്ട്, സാമ്പത്തികമായ എന്റെ സാഹചര്യം ഇങ്ങനെയാണ്, എന്റെ വീട്ടിനകത്തുള്ള സാഹചര്യം ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോ അത് വാഗ്ദത്ത പ്രകാരമാക്കാനായിട്ട് അങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടത് എന്ന പരിഭ്രമത്തോടെ നമ്മൾ ആ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി നാം അധ്വാനിക്കേണ്ട കാര്യമില്ല. വാഗ്ദത്തം നമ്മെ നയിക്കാനായിട്ട് അനുവദിക്കാമോ? അവിടെ സ്ഥിതി മാറിയിരിക്കും. ഇവിടെ നമുക്ക് ഈ ജനത്തെ കർത്താവ് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശയിലൂടെയാണ് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർ ഒരുമിച്ച് പറഞ്ഞൊരു കാര്യം, നമുക്ക് തിരിച്ചു പോകാം, നീ ഞങ്ങൾ എന്തിനാ പ്രയാസപ്പെടുത്തുന്നത്? ഞങ്ങള് ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് ഫറവോന്റെ അടിമകളായിട്ടിരിക്കുന്നു, അവിടെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടും, പേടിക്കേണ്ട കാര്യമില്ല എന്നാ അവര് പറയുന്നു. ഇത് ജീവിതത്തിനകത്ത് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന ചില അത്ഭുതങ്ങളെ നമുക്ക് മനസ്സിലാകത്തില്ല, ദൈവം നടത്തുന്ന വഴികൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ആ വഴിയിലൊന്ന് അടങ്ങിയിരിക്കാം, ആ വഴിയെ നടക്കാമോ? നിശ്ചയമായിട്ടും നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം കണ്ടിരിക്കും, ഒരു സംശയമില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, പ്രതിസന്ധിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവര് ജീവിതത്തിലെ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. നല്ലതാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്. അത് നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തില് ഗോലിയാത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ശൗലി ചോദിച്ച ചോദ്യമാണ്, നിനക്ക് എന്ത് യോഗ്യത എന്ത് ചെയ്യാനായിട്ടുള്ളത്? അപ്പൊ ദാവീദ് പറഞ്ഞൊരു കാര്യമേ, ഇന്നലകളിൽ എന്നെ വിടുവിച്ച ദൈവമുണ്ട്. എന്റെ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പം സിംഹവും കരടിയും എന്റെ ആടുകളെ ഉപദ്രവിക്കാൻ വന്നപ്പോ, അവ എന്റെ നേരെ പാഞ്ഞു വന്നപ്പോ ഒക്കെ എന്നെ വിടുവിച്ചത് ദൈവമാണ്. അപ്പൊ ഇന്നലകളിലെ നന്മകളെ ഓർക്കുന്നത് നല്ലതാ. പക്ഷെ ഇവിടെ ഈ ജനത്തിന്റെ ചിന്ത എന്നറിയാം, ഇന്നലകളിലെ ജീവിതത്തിലെ ഞങ്ങളുടെ മിസ്റ്റേക്ക്, ഞങ്ങളുടെ കുറവ്, ഞങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയി, ശരിയായ തീരുമാനം ആയിരുന്നില്ല, ഞങ്ങള് അവിടെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു, പ്രയാസം അനുഭവിച്ച് അവിടെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അവര് പലപ്പോഴും വെല്ലുവിളികളെ അവർ കണ്ട വിധം എന്ന് പറയുന്ന വലിയ പരീക്ഷയും പ്രശ്നമായിട്ട് ഈ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവര് വിചാരിച്ചത് അവരുടെ യാത്രയുടെ അവസാനമാണ് ഇത് എന്നാണ് അവര് കരുതിയത്. അവര് വിചാരിച്ചു ഞങ്ങളുടെ ഡെഡ് എൻഡ്. അപ്പൊ കർത്താവ് അവിടെ രഹസ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങളുടെ യാത്രയുടെ അവസാനമല്ല, നിങ്ങളുടെ ശത്രുവിന്റെ അവസാനമാണ് ഈ ചെങ്കടൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കൈകാര്യം ചെയ്തതിലെ വിഷയങ്ങള് ഒരുപക്ഷെ ഈ കഴിഞ്ഞ 10 ബാധയിൽ നിങ്ങൾ കണ്ട ഓരോരോ സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ചക്ക് ചിലത് നിസ്സാരമായിട്ടും ചിലത് വലുതായിട്ടൊക്കെ തോന്നിക്കാം. പക്ഷെ ഇപ്പോഴ് ഈ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിങ്ങൾ വന്ന് നിൽക്കുന്നത്, ഇത് നിങ്ങളുടെ യാത്രയുടെ അവസാനമല്ല. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. ഇനി നിങ്ങൾക്ക് അവരെ വാഴാൻ അധികാരമില്ല.
അവർക്ക് നിങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. അവർക്ക് ഇതുവരെയും അവർ നിങ്ങളെ വാണു. പക്ഷേ ഇത് നിങ്ങളുടെ സമയമാണ്, അവരുടെ സമയമല്ല. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഇവരെ കണ്ടപ്പോൾ ഭയപ്പെട്ടതുപോലെ ഇപ്പൊ ഭയപ്പെടേണ്ട. കാരണം എന്താണെന്നറിയാമോ? ഇതുവരെയും നിങ്ങളെ നിയന്ത്രിച്ചത് അവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. അവർ നിങ്ങളെ പിന്തുടരുന്നു എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ തെറ്റാ. നിങ്ങളെ അല്ല പിന്തുടരുന്നത്. നിങ്ങൾ മേഘത്തെ പിന്തുടരുമ്പോ, നിങ്ങൾ ഈ അഗ്നി തൂണിനെ പിന്തുടരുമ്പോ, നിങ്ങൾ ഈ മേഘസ്തംഭത്തെ പിന്തുടരുമ്പോ, ഈ മേഘസ്തംഭം നോക്കിക്കോളും നിങ്ങളുടെ പുറകിലുള്ള ശത്രുവിനെയും വിഷയത്തെയൊക്കെ. നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട. നിങ്ങൾക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടോ? വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകും, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് എത്തിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ ഒരൊറ്റ പ്രോമിസിനകത്ത്, ആ ഒരൊറ്റ വാഗ്ദത്തത്തിനകത്ത് ഈ ചെങ്കടൽ വിഭാഗിക്കുന്നതുണ്ട്, ഫറവോനെ സൈന്യത്തെ മുക്കിക്കളയുന്നതുണ്ട്, വെള്ളത്തിന്റെ പുറപ്പാടുണ്ട്, എരിഹോ മതിൽ തകർക്കുന്നതുണ്ട്, നിങ്ങൾ പോകുന്ന വഴിക്കുള്ള രാജ്യങ്ങളെ അവരെല്ലാം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഒരുമായി യുദ്ധം ചെയ്യാൻ വരുമ്പോ അവിടുത്തെ ജയമുണ്ട്, എത്തിക്കുമെന്ന് പറഞ്ഞ വാക്കിനകത്ത് സകലതുമുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നു എന്ന വാക്കിനകത്ത് സകലതുമുണ്ട്. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കില് അതിനകത്ത് സകലതുമുണ്ട്. എന്നെ വിശ്വസിക്കുന്ന നശിപോകത്തില്ല എന്ന വാക്യം പറഞ്ഞില്ലേ, ആ വാക്കിനകത്ത് സകലതുമുണ്ട്. വിടുവിക്കാൻ വന്നിരിക്കുന്ന കർത്താവ് ഈ സാഹചര്യത്തിൽ മറന്നുപോയോ, മടുത്തുപോയോ, ഭയന്നുപോയോ? ഇല്ലില്ല. ഇവിടെയും അത്ഭുതം ചെയ്യാൻ കർത്താവ് മതിയായവൻ. ഈ പോയിന്റിലും ഈ നിൽക്കുന്ന ഈ ചെങ്കടലിന് മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോ നിങ്ങൾ നടന്നു വന്നതല്ലല്ലോ, നിങ്ങളെ നടത്തിക്കൊണ്ട് വന്നതല്ലേ. അങ്ങനെ നിങ്ങളെ നടത്തിയതാണെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നടത്തിയവന് സാധ്യമോ? നിങ്ങൾ മേഘസ്തംഭത്തെയോ അഗ്നിസ്തംഭത്തെയോ ആണ് നിങ്ങൾ അനുഗമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രയാസത്തെ നിങ്ങൾ വലിയ പ്രയാസമായി കാണരുത്. ഇതിന്റെ മുമ്പിലും ജയമായി നിങ്ങളെ നടത്തുവാനായിട്ട് വാഗ്ദത്തത്തിന് ശക്തി ഉണ്ടാവും. അത് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം. വാഗ്ദത്തത്തെ നിങ്ങൾ ചുമക്കേണ്ട കാര്യമില്ല, വാഗ്ദത്തം നിങ്ങളെ ചുമക്കാൻ അനുവദിക്കുക. അതായത് വാഗ്ദത്തത്തെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട, വാഗ്ദത്തം നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുക. അതായത് ആമേൻ, വാഗ്ദത്തത്തെ നിങ്ങൾ വളച്ചു തിരിച്ച് നിങ്ങളത് എങ്ങനെങ്കിലും എത്തിക്കാനായിട്ട് അതിനുവേണ്ടി നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും ഇവിടെ ആവശ്യമില്ല. ആമേൻ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ് എന്റെ കർത്താവ്. അവൻ വാഗ്ദത്തം ചെയ്തതാണോ നിങ്ങളുടെ തലമുറകളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞതാണോ? ആ വാഗ്ദത്തത്തിനകത്ത് നിങ്ങളുടെ യാത്രയിലുള്ള ഈ ദുർഘടങ്ങളെ മുഴുവൻ വിടുവിക്കുകയും അതിനെ നിവൃത്തിയിൽ എത്തിക്കുന്നത് ആ വാഗ്ദത്തത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ചെങ്കടലിന് മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോ, ഇതിനെക്കുറിച്ച് കർത്താവ് ദൂതൊന്നും പറഞ്ഞിട്ടില്ല, ദൂത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ആ ദർശനത്തിനകത്ത് ഇതൊരു പാക്കേജ് ആണ്. ആ യാത്രാ മധ്യയുള്ള സകലത്തിനെയും വിടുതല് ആ ദർശനത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ആ ദർശനത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാഗ്ദത്തത്തെ നിങ്ങൾ ചുമക്കാൻ നോക്കരുത്, നിങ്ങൾ മടുത്തു. പക്ഷെ വാഗ്ദത്തം നിങ്ങളെ ചുമക്കാൻ അനുവദിക്കാമോ? നിങ്ങൾ ജയാളികളായി മാറും. ഞാൻ വീണ്ടും ഒന്നുകൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണത്. വാഗ്ദത്തത്തെ നിങ്ങൾ നിയന്ത്രിക്കരുത്, വാഗ്ദത്തം നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കണം. ഹല്ലേലൂയ, ആമേൻ. വാഗ്ദത്തത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ വാഗ്ദത്തത്തിനകത്ത് എന്തെല്ലാം നന്മകൾ അടങ്ങിയിരിക്കുന്നുണ്ടോ അതിനെ മുഴുവൻ നിങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള ശക്തി ആ വാഗ്ദത്തത്തിനകത്തുണ്ട്. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഓട്ടവും ബഹളവും ഒന്നും ഇവിടെ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട ഒറ്റ ഉറപ്പ് ഇതാണ്: എന്നോട് വാക്ക് പറഞ്ഞവൻ അതിനെ നിവർത്തിപ്പാൻ ശക്തൻ എന്നുള്ള ആഴമേറിയ ബോധ്യം നിങ്ങളുടെ അകത്ത് പണിതെടുക്കുക, ഉറപ്പിക്കുക, അതിൽ നിൽക്കുക. നിങ്ങൾ നിശ്ചയമായി അനുഗ്രഹമായി തീർന്നിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വാഗ്ദത്തത്തെ നിങ്ങൾ ചുമക്കരുത്, നിങ്ങൾ വാഗ്ദത്തത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. വാഗ്ദത്തം നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. ഇവിടെ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന ജനം, ഞങ്ങളെ എന്തിനിവിടെ കൊണ്ടുവന്നു? അവസാനിച്ചു എന്ന് ജനം കരുതിയപ്പോൾ,
ഹല്ലേലൂയ. കർത്താവോട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങളുടെ എൻഡ് അല്ല. ദിസ് ഈസ് നോട്ട് യുവർ എൻഡ്. ദിസ് ഈസ് ദിസ് ഈസ് നോട്ട് യുവർ ഡെഡ് എൻഡ്. ദിസ് ഈസ് ദ ഡെഡ് എൻഡ് ഓഫ് യുവർ എനിമി. യുവർ പ്രോബ്ലം, യുവർ സിക്നസ്, യുവർ പെയിൻ, യുവർ വറീസ്, യുവർ ലയബിലിറ്റീസ്. നിങ്ങൾ ഇതുവരെയും നിങ്ങളെ ചിലത് നിയന്ത്രിച്ചുകൊണ്ട് നിന്ന് കാണും. പക്ഷെ ഇവിടെ വെച്ച് കർത്താവിന് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് ഹല്ലേലൂയ, ഞാനാണ് നിങ്ങളെ വാക്കു പറഞ്ഞ് വിടുവിച്ചതെങ്കിൽ, അവിടെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശക്തനെങ്കിൽ ചെങ്കടൽ വരെ കൊണ്ടുവരാം എന്നല്ല പറഞ്ഞത്, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തിക്കാമെന്ന ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കും. അത് കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സാഹചര്യങ്ങളിൽ വരുന്ന ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും ഒരു തരത്തിലുള്ള വെല്ലുവിളികളും ഒരു തരത്തിലുണ്ടാകുന്നതായ ആ പ്രതിസന്ധികളും നിങ്ങളുടെ ഹൃദയത്തെ തകർക്കരുത്, തളർത്തരുത്. പകരമായി നിങ്ങളകത്ത് ഉറപ്പുണ്ടാകട്ടെ, എന്നോട് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ വാഗ്ദത്തത്തിനകത്ത് ഈ യാത്രയുടെ വിടുതൽ, ഈ വാഗ്ദത്തം, ഈ പ്രശ്നത്തിന്റെ വിടുതൽ, ഈ വെല്ലുവിളികളുടെ വിടുതൽ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവരെ ഇതുവരെയും ഈ ഫറവോനും സൈന്യവും ഇവരെ ഇതുവരെയും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇവരെ നിയന്ത്രിക്കാനായിട്ടാണ്. ഇവരുടെ പുറകെ നടന്ന് ഇവർ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിൽക്കാൻ നോക്കുകയും ഇവരെ ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടമായിരുന്നു. അതായത് ഇതിനു മുമ്പൊക്കെ എപ്പോഴൊക്കെ ഈ ഫറവോനും സൈന്യം ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവരെ തകർക്കാനായിട്ടാണ് നോക്കിയത്. അതായത് ഇവരുടെ എണ്ണത്തിൽ ഇവർ വർദ്ധിക്കരുത്, ഇവരെങ്ങനെയും തകർക്കണം, നിയന്ത്രിക്കണം എന്ന ഒറ്റ ചിന്തയോടുകൂടിയാണ് ഇതുവരെയും അവരെ ഫോളോ ചെയ്തതെങ്കിലും ഇപ്പോഴവർ ഫോളോ ചെയ്യുന്നത് വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവരെ തകർത്ത് കളയണമെന്ന പദ്ധതിയോടുകൂടിയാണ്. പക്ഷെ അവരറിഞ്ഞില്ല, ഇപ്പോൾ അവരെ നയിക്കുന്നത് മോശയല്ല, ഇപ്പോൾ അവരെ നയിക്കുന്നത് അഹരോനല്ല, ഇപ്പോഴവരെ നയിക്കുന്നത് മിരിയാമല്ല, ഇപ്പോഴവരെ നയിക്കുന്നത് മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാണെന്നുള്ളത് അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നിങ്ങളെ വാണുകൊണ്ടിരുന്ന ചിലത്, ഇതുവരെ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ചിലത്, നിങ്ങളുടെ അകത്തൊരു ബോധ്യത്തോടെ നിങ്ങൾ നിൽക്കാമോ? അവയ്ക്ക് ഇനി നിങ്ങളെ നിയന്ത്രിക്കുന്നത് അസാധ്യമാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങളിപ്പോൾ അനുഗമിക്കുന്നത് വ്യക്തികളെയല്ല, നിങ്ങളിപ്പോൾ അനുഗമിക്കുന്നത് അത്ഭുതങ്ങളെയല്ല, നിങ്ങളിപ്പോൾ അനുഗമിക്കുന്നത് കർത്താവിനെയാണ്, കർത്താവിന്റെ സാന്നിധ്യത്തെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ആ കർത്താവിന്റെ സാന്നിധ്യത്തിലാണോ നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഈ ജീവിതയാത്രയിൽ നിങ്ങൾ ഓരിടത്തും ഹല്ലേലൂയ നിന്നു പോകത്തില്ല. വചനം ഇങ്ങനെ പറഞ്ഞു, അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും, ഗർഭമനസ്സിനുള്ള മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാവുകയില്ല. നിന്റെ ആയുസ്സിനെ പൂർത്തിയാക്കും. ആയുസ്സിനെ പൂർത്തിയാക്കുന്നതിന് പകരം ആയുസ്സിനെ പകുതിയിൽ കവർന്നു കളയാനായിട്ട് പിശാച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദീർഘായുസ് കൊണ്ട് അവനെ തൃപ്തി വരുത്തും. അവൻ എന്നോട് പറ്റിരിക്കാൻ ഞാൻ അവനെ വിട്ടുവിക്കും. ഹല്ലേലൂയ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന് വചനത്തിലുണ്ടെങ്കിൽ അതല്ലാതെ ഒരു തിന്മയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഒരു തിന്മയും വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നിങ്ങളുടെ പഴയകാല കാര്യങ്ങളെ പറഞ്ഞ് ആ പഴയ ശാപത്തെ, പഴയ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ടുവന്ന് പഴയ നിരാശയിൽ തന്നെ ജീവിതത്തിലായിരിക്കാനായിട്ട് ശ്രമിക്കരുത്. മുമ്പ് നിങ്ങൾക്ക് രോഗമോ പ്രയാസങ്ങളോ ഭാരങ്ങളോ വന്നപ്പോ ഒരുപക്ഷെ ഹല്ലേലൂയ നിങ്ങൾ ഒരുപക്ഷെ അന്ന് രക്ഷിക്കപ്പെട്ടവരായിരുന്നിരിക്കത്തില്ല, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അന്ന് വചനത്തിൽ ഇത്രയും വളർന്നിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങളെ വചനത്തിൽ കർത്താവ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ സിംറ്റത്തെ നോക്കി നിങ്ങൾ പറ, ഇന്നലെ വരെ നീ എന്നെ നിയന്ത്രിച്ചു, പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, രോഗാത്മാവ് എന്റെ ശരീരത്തിൽ വാഴാൻ നിനക്ക് അധികാരമില്ല. എന്റെ ഈ ബലഹീനതയിൽ ബലമുള്ളപ്പോൾ ഞാൻ ചെയ്തതിനേക്കാളും ബലമായത്, ശ്രേഷ്ഠമായത് ഈ ബലഹീനതയുടെ നടുവിൽ ഞാൻ ചെയ്യും എന്ന ബോധ്യം ഹല്ലേലൂയ അത് നിങ്ങളുടെ അകത്ത് ഉണ്ടാകട്ടെ, അത് നിങ്ങളുടെ അകത്ത് വാഴട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ വാഗ്ദത്തത്തിനകത്ത്, ആ വാഗ്ദത്ത നിവൃത്തിയിലേക്കുള്ള യാത്രാ മധ്യയുള്ള സകല വെല്ലുവിളികളുടെയും വിടുതൽ അതിനകത്തിരിപ്പുണ്ട്. സകല വെല്ലുവിളികളുടെയും, അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, സകല വെല്ലുവിളികളുടെയും വിടുതലും പരിഹാരവും ആ വാഗ്ദത്തത്തിനകത്ത് പറഞ്ഞിരിപ്പുണ്ട്. അതായത് യേശുക്രിസ്തുവാണ് നമുക്ക് കർത്താവ് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. പരിശുദ്ധാത്മാവാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വാഗ്ദത്തം. അപ്പം ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ലഭിച്ച പുത്രത്വം, ഇതൊന്നും പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ചെറുതല്ല. ആ പുത്രം നമ്മൾ മക്കളായിട്ട് മാറിയിരിക്കുക.
അതുകൊണ്ട് നമ്മൾ ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്റെ തീരുമാനം തെറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്, പഴയ കാര്യങ്ങളെ പറഞ്ഞ് പഴയ കാലത്തെ സ്പിരിറ്റിനെ മടക്കി വരുത്താനായിട്ട് നോക്കാതെ നിങ്ങളുടെ അകത്ത് ധൈര്യപൂർവ്വം എഴുന്നേറ്റ്, ഇല്ല, ഈ പ്രതിസന്ധികൾ എന്നെ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന പരിപൂർണ ബോധ്യവും ഉറപ്പുമുള്ളവരായിട്ട് മുന്നോട്ടൊന്ന് യാത്ര ചെയ്തും ഇവർ പുറകോട്ട് പോകാനായിട്ട് നിൽക്കുമ്പം മോശയിലൂടെ ദൈവം പറഞ്ഞൊരു കാര്യം എന്താ പറയുന്നത്? മുന്നോട്ട് പോകാൻ കൽപ്പിക്കാം. അവർ പറയുന്ന പുറകോട്ട് മിസ്രൈമിലേക്ക് പോകാമെന്ന്. പക്ഷെ കർത്താവ് പറയുക മുന്നോട്ട് പോവുക. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. പഴയതിലേക്ക് പോകാതെ മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ നിങ്ങളെ വഴിതടയാനുള്ളതല്ല, നിങ്ങൾക്ക് വഴി ഒരുക്കാനുള്ളതാണ്. ആമേൻ. നിങ്ങളുടെ മുമ്പിലുള്ള ആമേൻ ഈ ചെങ്കടൽ നിങ്ങളുടെ വഴി തടയാനുള്ളതല്ല, നിങ്ങളുടെ ശത്രുവിന്റെ വഴി തടയാനുള്ളതാണ്. ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് കൂട്ടായ്മയിലൂടെ ഉറപ്പിച്ച് അത് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് തകർച്ചയും പരാജയങ്ങളും ആമേൻ ജീവിതത്തിന്റെ ശൂന്യതയും കണ്ടവരെന്നെ കാണുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവസ്ഥകൾ മാറട്ടെ, അവർ ജയമായി തീരട്ടെ. അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവർ ഇടപെടുന്ന സകല മേഖലകളിലും അവർ വിജയമായി തീരട്ടെ കർത്താവ്. പ്രത്യേകിച്ച് കർത്താവ് ഹല്ലേലൂയ, അവര് ആമേൻ ഇന്നലകളിലെ കുറവുകൾ, ആ കുറ്റബോധം അവരെ വാഴുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ കുറ്റബോധം അവരുടെ ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി മാറിപ്പോകട്ടെ. പൂർണ്ണമായ ധൈര്യവും ആശ്വാസവും അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കട്ടെ. ഇന്നലകളിലെ കുറവുകൾ കർത്താവ് അത് ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കുവാനും ഇന്നലകളിൽ ജീവിതത്തിൽ എടുത്ത ചില തെറ്റായ സ്റ്റെപ്പുകളെ പോലും കർത്താവ് നന്മയാക്കി തീർക്കുവാൻ ഇന്ന് കർത്താവ് മതിയായവനാന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗികളായിട്ടുള്ള ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ എടുത്തു കളയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ശരീരത്തിലെ രോഗത്തോടെ എന്നെ കാണുന്നവരുടെ ഇപ്പോൾ തന്നെ അസാധാരണ സൗഖ്യം വെളിപ്പെടേണ്ട കർത്താവ്. പൂർണ്ണ ആരോഗ്യമുള്ളവരായി, പരിപൂർണ ആരോഗ്യമുള്ളവരായിട്ട്, അതേ കർത്താവെ, പരിപൂർണ ആരോഗ്യമുള്ളവരായിട്ട് അവർ സാഹചര്യങ്ങളെ ആമേൻ ഹല്ലേലൂയ വെല്ലുവിളിക്കുന്നവരായിട്ട് എഴുന്നേൽക്കട്ടെ. അവർ ജയാളികളെ മാറട്ടെ കർത്താവ്. അവരുടെ യാത്രയിൽ അവർ പുറകോട്ട് പോകത്തക്കവണ്ണം നിരാശയോടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവെ, അവരെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കാൻ നന്ദി. അവരെ മുൻപോട്ട് നയിക്കണം, അവരെ അനുഗ്രഹമാക്കി തീർക്കണം. അവരുടെ കരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങൾ അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക. ഈ ചെങ്കടലിനെ വിഭാഗിക്കുന്നതിനെ കുറിച്ച് കർത്താവ് ഒന്നും പറഞ്ഞില്ലല്ലേ? വിഷമിക്കേണ്ട. എത്തിക്കുമെന്ന് പറഞ്ഞ വാക്കിനകത്ത് ആ വിഷയവും അതിന്റെ വിടുതലുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെന്ന് നിൽക്കുന്ന എല്ലായിടത്തും ഒരു അനുഗ്രഹമായി നിങ്ങൾ മാറും. നിങ്ങളെ കാണുന്നവർ അത്ഭുതപ്പെടും. ഇവരിൽ ജീവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ആ കർത്താവിനെ എനിക്കും വേണമെന്ന് അവരുടെ ഹൃദയത്തിലും ആഗ്രഹം തോന്നിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതം, വിസ്മയകരമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.